ഇപ്പതേ കണ്ടോ, അത് ഒരു അച്ഛനും അമ്മയും കൊച്ചു കേട്ടോ. അപ്പം നമ്മളിതേ പോണ വഴിക്ക് ജസ്റ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടെ ഒരു കുറച്ചൊരു 4-5 ഉണ്ടായിരുന്നു, ഒരു 3-4 പിന്നെ ഇത് അവിടെ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അത് ഒറ്റയാനാന്ന് തോന്നുന്നു. ഉണ്ട്, നല്ല സൈലൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ആദ്യമായിട്ട് കാട്ടാനേനെ കണ്ടു. ഇത്ര ആൾ നമ്മൾ ട്രാവൽ ചെയ്തിട്ടും അത് മാത്രമല്ല നമ്മളൊന്നും ഒരാളിവിടെ പേടിച്ച് വിറച്ചിരിക്കുക കേട്ടോ. അത് വരുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ മല്ലുഫുഡി ആൻഡ് ഹിസ് ലൈഫ്. അതെ, നമ്മളിപ്പോൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ എപ്പിസോഡ് നമ്പർ 1. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമ്മൾ അതിരപ്പള്ളിക്കൊക്കെ പോയി 3G ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് എങ്ങോട്ടാണ്? നമ്മളെ ചിമ്മിനി ഡാം, ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഓപ്പൺ ആണ്. എല്ലാ സാറ്റർഡേയ്സും സൺഡേയ്സും ഇപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം സാറ്റർഡേ സൺഡേ മാത്രമേ ഓപ്പൺ ഉള്ളൂ. 4 മണി വരെ ഉള്ളൂ, ഈവനിങ് 4 മണി വരെ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 മണി ആവാറായി. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും. 40 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോകുന്ന വീഡിയോസാണ് നിങ്ങളൊക്കെ ആയിട്ട് കാണിക്കാൻ പോണത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പേജ് ലൈക്ക് ചെയ്യുക. അതപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, അതും എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലുമൊക്കെ പ്ലേസ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. നമ്മൾ പോകണം, നിങ്ങൾക്ക് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. അതെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ അതേ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചു, മാസ്ക് ഒക്കെ വെച്ചു, നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ചെറുതായിട്ട് കാറ്റ് കടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ സൗണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം അടുത്ത് പിടിച്ചിട്ടാണ് സംസാരിക്കണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഇഷ്യൂസ് ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വെള്ളിക്കുളങ്ങര റൂട്ടിലേക്ക് കയറിയിട്ടാട്ടോ നമ്മൾ പോണത്. അവിടെ ഒരു മല പറഞ്ഞിട്ടുണ്ടല്ലേ, ഇതിന് പോയാൽ അതിലേക്ക് പോകാൻ പറ്റും. എനിക്കറിയില്ല, വേറെ വഴിക്ക് ഇവിടെ ഇടയ്ക്ക് വല്ല ഷോർട്ട് കട്ട്സ് ഉണ്ടാവും ചിലപ്പോൾ. ആക്ച്വലി ഇനി റൂട്ടിലോട്ട് പോകാൻ 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചാലക്കുടി നേരെ കൊടകര റൂട്ടിൽ പോയിട്ട് കൊടകര ഓവർ ബ്രിഡ്ജിൽ നിന്ന് റൈറ്റ് എടുത്ത് കയറി പോവാം. അത് ഈ പറഞ്ഞ വഴിക്ക് തന്നെ എത്താൻ പോണത്. നമ്മളിപ്പോൾ ചെറിയൊരു ഫോറസ്റ്റ് പോലത്തെ സ്ഥലത്തിനുള്ളിൽ കൂടെ കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഈ വഴി ചൂസ് ചെയ്തേക്കുന്നത്. ഇത് മറ്റേ വഴിയേക്കാളും കുറച്ച് സമയം കൂടുതലെടുക്കും, എന്നാലും നല്ല വഴിയുമാണ്. അതേപോലെ തന്നെ കാടിൻ്റെ ഉള്ളൊരു കാട് കുറച്ച് സ്ഥലത്തും കൂടിയാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിഷയത്തിൽ നമുക്ക് നോക്കാം എന്തായാലും. ഫോറസ്റ്റിന്റെ സ്ഥലമാണ്. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്, അവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടത്.
അപ്പം നമ്മൾ വന്ന വഴിയിൽ വരാന്തപ്പള്ളി അങ്ങനെ എഴുതി വെച്ചിരുന്നത് ഞാൻ കറക്റ്റ് നോക്കിയിട്ട് പറയാം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ ഫോറസ്റ്റിൻ്റെ ഓഫീസ് പോലെ ഉണ്ടായിരുന്നു. അവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കണേ. അപ്പം ഇപ്പോൾ ഈ വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫോറസ്റ്റ് ഏരിയയാണ്. ഒരു സൈഡ് ഫുള്ള് തേക്കാണ് മൊത്തം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ നമ്മുടെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വെയിലില്ല, നല്ല തണുപ്പാണ്. ഇപ്പോൾ ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്, അതുകൊണ്ടാണോ ഒന്നും അറിയില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ. പിന്നെ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല, 1-2 വണ്ടികളൊക്കെ. ആൾക്കാർ വീടൊന്നും കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കറക്റ്റ് ഫോറസ്റ്റ് ഏരിയ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറിയ ചെറിയ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആനയും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുള്ളതാണ്. അയ്യോ, തൊട്ടപ്പുറത്ത് മറ്റേ ആന ഇറങ്ങാതിരിക്കുക ഇലക്ട്രിക്കിൻ്റെ ഫെൻസും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട്. നമ്മൾ നൈസായിട്ടൊരു കാട്ട് വഴി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിക്കൂടെ വരാനല്ലേ നമ്മൾ മറ്റേ കൊടകര വഴി പോകുന്നുണ്ട്? അല്ലേ, ഇത് വഴിക്ക് എന്നാലും ഈ വഴിക്ക് നമ്മൾ എത്താൻ പോണത്. കിടരൻ വഴിയൊക്കെയാണ്. ഒരു സൈഡിൽ റബ്ബർ തോട്ടാണെങ്കിൽ മറ്റേ സൈഡിൽ തേക്കിൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഇത്രയും ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു വീട് വന്നത് കേട്ടോ. ഇത്രയും നേരമായിട്ട് അല്ലാതെ വീടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചധികം കൂടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു വീട് കണ്ടു. ഒരേ ഒരു വീട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്രയും നേരമായിട്ടും. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. വീടുകൾ കണ്ടു തുടങ്ങി, വീണ്ടും വീടുകൾ കണ്ടു തുടങ്ങി. അപ്പം എനിക്കതിന് ആ ഒരു കുറച്ച് പോർഷൻ മാത്രമാണ് ശരിക്കുള്ള ഫോറസ്റ്റിൻ്റെ. പിന്നെ നമ്മളിപ്പോൾ ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ക്യാമറ അവളുടെ വാങ്ങി ഇങ്ങനെ പിടിച്ചു. ജസ്റ്റ് ആ വഴി കറക്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി പോണത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറം നല്ല മലകളൊക്കെ കാണുന്നുണ്ട്. നല്ല തിക്ക് ഫോറസ്റ്റ് ആട്ടോ. ഫുൾ തേക്കാണെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം തേക്കാണിത്. നമ്മളിങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയല്ലേ വഴി? നമ്മളിങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പാലമുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. വഴി നേരെ പ്ലേസിൻ്റെ പേര് പാലപ്പള്ളി എന്നാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട് ചിമ്മിനി ഡാം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഈ റോഡിൻ്റെ കുറച്ച് ടാറിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് റോഡ് നന്നാക്കാനുള്ള പരിപാടിക്ക് തോന്നുന്നുണ്ട്. വേൾഡ് ലൈഫ് സാങ്ച്വറി 9 കിലോമീറ്റേഴ്സ് പറഞ്ഞിട്ട് വണ്ടിയുടെ ടയർ ഫുള്ളായിട്ടുണ്ടല്ലേ.
കണ്ടോ നല്ല അടിപൊളി വഴിയാണ്. ഇവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അല്ല താഴെ എഴുതിയും കാണിച്ചേക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോട്ടെ. എന്നിട്ട് അവിടെയും സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് പേടിയാവുന്നിട്ട് സത്യം. പേടിച്ചിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഫെൻസിങ് ഉണ്ട്. പിന്നെന്താ കുഴപ്പം? ആ സൈഡ് നോക്കാമല്ലോ ആനയും തോന്നുന്നു. ഈ പറഞ്ഞ പ്രദേശത്തൊക്കെയാണ് ശരിക്കും ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാണെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഈ സൈഡിൽ ഉണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സൈഡിൽ അധികം കാണാറില്ല. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണേ. ഞാൻ വീഡിയോസൊക്കെ 1-2 കണ്ടപ്പോൾ ആ പ്രദേശത്തൊക്കെ ആനയൊക്കെ നിൽക്കണ പോലെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ആന കടന്നു വരാതിരിക്കാനൊക്കെ ആയിട്ട്, മൃഗങ്ങൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ. അതിന്റെ ഉള്ളിൽ ആള് നടന്നുകൊണ്ടല്ലോ. അതെന്തോ ഇതിൻ്റെ ഇതെന്തോ ആയിരിക്കും. നോക്കിക്കോ കടയിലൊക്കെ നിൽക്കണ കാണാം. നമുക്ക് ശരിക്കും ഒരു പടമൊക്കെ വരച്ചിച്ചേക്കണ പോലെ ഇല്ലേ ഈ വഴി? ഈ ആന അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആനയെ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിൽക്കണേ ഇതിൻ്റെ ഉള്ളിൽ. അവിടെ നോക്കും, നേരെ നോക്കും. 2 ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലേ. പക്ഷെ നിർത്തണ്ട, എനിക്ക് പേടിയാ. ഞാൻ പറഞ്ഞ അവിടെ നിൽക്കണ്ട്. അതിന്റെ കണ്ടു ആനയെ കണ്ടോ? നിങ്ങൾ കണ്ടോ ആ കൊക്കിൻ്റെ ഒക്കെ ഏരിയയിൽ? ഒറ്റയാനല്ല, എന്നിട്ട് വേറെ കൂട്ടങ്ങളുണ്ട്. അച്ഛനമ്മയും കൊച്ചും. ഇത് കണ്ടോ? അച്ഛനമ്മയും കൊച്ചിനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പേടിച്ചാ ഇപ്പതേ കണ്ടോ? അത് ഒരു അച്ഛനും അമ്മയും കൊച്ചു കേട്ടോ. അപ്പം നമ്മളിത് പോണ വഴിക്ക് ജസ്റ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടെ കുറച്ചൊരു 4-5 ഉണ്ടായിരുന്നു. ഒരു 3-4 ഉണ്ട്. പിന്നെ ഇത് അവിടെ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അത് ഒറ്റയാനാന്ന് തോന്നുന്നു. ഉണ്ടെന്ന് സൈലൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ആദ്യമായിട്ട് കാട്ടാനേനെ കണ്ടു. ഇത്ര ആൾ നമ്മൾ ട്രാവൽ ചെയ്തിട്ടും. അത് മാത്രമല്ല നമ്മളൊന്നും ഒരാളിവിടെ പേടിച്ച് വിറച്ചിരിക്കുക കേട്ടോ. അത് വരുന്നുണ്ട്, അതിങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് പോവാം. ഞങ്ങൾ പോയിട്ടാ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മള് ഞാൻ കാണിച്ചില്ല ചെറിയൊരു എൻട്രി. അവിടെ വന്നിട്ട് നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 90 രൂപയാണ് ടിക്കറ്റ്. 2 ആൾക്ക് 90 രൂപ ബൈക്ക്. പിന്നെ 2 ആളുടെ ഫീസ് 50 രൂപ. അതായത് 90 രൂപ മൊത്തം. ഓക്കെ, 90 രൂപയാണ് ഇപ്പോൾ ഫീസ്. പിന്നെ ക്യാമറയ്ക്കും അതുപോലെ തന്നെ ഫോണിനൊക്കെ വേറെ എമൗണ്ട് ഉണ്ട്. ചെറിയ ക്യാമറ എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ചെറിയ എന്തെങ്കിലും വീഡിയോ ക്യാമറ ഒക്കെ ആണെങ്കിൽ. അതല്ലാതെ അവരുടെ എഴുതി വെച്ചിട്ടുണ്ട് മൂവി, ഫിലിം ക്യാമറ, അതുപോലെ തന്നെ അങ്ങനെ കുറേ വെറൈറ്റി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഡിജിറ്റൽ ക്യാമറയുടെ അതിന് പൈസ കൊടുക്കണം. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഗോപ്രോ വലിയ വിഷയമില്ല എന്ന് പറഞ്ഞു. കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി ശനി ഞായർ മാത്രമാണ് ഇപ്പോൾ ചിമ്മിനി ഡാം ഓപ്പൺ ഉള്ളൂ. അത് എത്ര 8:30 മുതൽ 9:30 മുതൽ എത്രയായിരുന്നു? 9:30 മുതലാണെന്ന് തോന്നുന്നു. 4:30 വരെ ഉണ്ട്. 4:30 വരെ. നമ്മളിപ്പോൾ പൈസയൊക്കെ കൊടുത്തത് നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ ബാക്കി നമ്മളിങ്ങനെ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിൽ നല്ല തിക്ക് ഫോറസ്റ്റും നറുക്കിക്കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഇല്ല, ആനിമൽ ക്രോസിങ് ഏരിയ. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, നമ്മൾ അവിടെ ആനേനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നല്ല 3-4 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഒറ്റയാനായിട്ട് മാറിപ്പോയി നിൽക്കുമായിരുന്നു. ബാക്കിയെല്ലാം 3 നിൽക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ. വളരെ നല്ല കിടിലം വഴിയാണ്, സൂപ്പർ വഴിയാണ്. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതന്നെ, അത് അച്ഛനമ്മയും കൊച്ചായിരുന്നു. അമ്മയാനേയും അച്ഛനാനേയും കൊച്ചാനേയും. ഓ, ഇവിടെ നിയന്ത്രിത മേഖലയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കണോ? ഇപ്പം എനിക്കറിയില്ല എങ്ങോട്ട്. താഴെ 2 ഉണ്ട്. ഡാം സൈറ്റ് എർത്തൈൻ ഡാം എന്ന് എഴുതി വെച്ചേക്കണേ. പാർക്കിംഗ് ഗ്രൗണ്ട്, ചിമ്മിനി, എർത്തൈൻ ഡാം വ്യൂ, 750 meters. താഴെയും പോയി കാണാം. മോൾ ഭാഗവും താഴ്ഭാഗവും കാണാൻ തോന്നുന്നുണ്ട്.
എന്നാലും നമുക്ക് ആദ്യം ഇതിലേ പോവാം അല്ലേ, ഇത് തിരിച്ചു വന്നിട്ട് താഴെ പോവാം. ഒരു മനുഷ്യരില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഒരു മനുഷ്യരില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യരില്ല. അത് ഈ ആഴ്ച മുതലാണ് ആക്ച്വലി ഓപ്പൺ ആയിരിക്കണം. കറക്റ്റ് ഞാൻ വിളിച്ച് ചോദിച്ചു. ഞാൻ വിളിച്ച് ചോദിക്കുന്ന നമ്പറൊക്കെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശനി ഞായറും ഓപ്പൺ ആയിട്ടുണ്ട് ഈ ശനിയാഴ്ച മുതൽ. അപ്പോൾ വരേണ്ടവർക്കൊക്കെ വരാം. ശനി ഞായർ മാത്രമേ ഉള്ളൂ. ഞാൻ വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അയാളെ വിളിച്ച് ചോദിച്ചാൽ മതി വേണമെന്നുണ്ടെങ്കിൽ. എന്തായാലും വരുമ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് വരാം. കാരണം നമ്മൾ ആദ്യം ഒരു അബദ്ധം കാണിച്ചു, നമ്മൾ അതിരപ്പള്ളിയുടെ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വിളിച്ച് ചോദിക്കണത്. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ കുറച്ച് പ്ലേസസ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല അല്ലേ. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, കേരള ഫോറസ്റ്റ് എന്തോ ഡോർമെട്രി എഡ്യൂക്കേഷൻ സെൻറ്റർ ഡോർമെട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. ആയിരിക്കും പോവായിരിക്കും, നോക്കിയപ്പോൾ പോയി നോക്കാം. ഇവിടെ എന്തോ കമ്പിട്ടുണ്ട്, കമ്പിയോ അതോ ഒന്നും എഴുതിച്ചിട്ടില്ലല്ലോ. നാട്ടുപശല്ലേ ഇപ്പോൾ. വിസിറ്റേഴ്സ് റെസ്റ്റിംഗ് പ്ലേസ്, ടോയ്ലറ്റ്, ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പോവായിരിക്കും, അതാണല്ലോ ഡാമിലേക്ക് പോകാനുള്ള വഴി. ഇപ്പം ഡാം എവിടെയാണോ? ഇവിടെ ഉണ്ടാവോ വല്ല ജീവികളും? എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാമ്പ് ഓഫീസ്, മേസ്നറി ഡാം എന്നൊക്കെ പറഞ്ഞിട്ട്, ജലസേചന വകുപ്പ്, ചിമ്മിനി ഡാം, എക്കോ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏച്ചിപ്പാറ, തൃശ്ശൂർ, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, റൂട്ട് മാപ്പൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ മാപ്പൊന്നും നോക്കിയിട്ടൊന്നും മനസ്സിലാവണില്ല അല്ലേ. ഇവിടെ കുട്ടവഞ്ചി സംഭവമൊക്കെ ഉണ്ട്. ടർട്ടിൽ റൈഡ് കുട്ടവഞ്ചി 400 രൂപ 2 പേഴ്സൺസ്. പക്ഷെ 4 പേഴ്സണാണ് 400. രണ്ടാൾക്കാകുമ്പോൾ പറ്റില്ല തോന്നുന്നു. ഇവിടെ ഇന്നൊരു മനുഷ്യരില്ല കേട്ടോ. എന്താണ് ഈ ഡാമിൻ്റെ ഒക്കെ സൈഡിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വെക്കുന്നത്? കല്ലുകൾ പോലത്തെ. അത് സ്ട്രെങ്തൻ ചെയ്യാനായിരിക്കും. ഇപ്പം നമ്മൾ ഡാമിൻ്റെ അവിടേക്ക് എത്തി. ഉണ്ടോ നല്ല മുതലുണ്ടാവോ? അതൊക്കെ ഉണ്ടായെന്ന് വരും ചിലപ്പോൾ. സൈഡിലൊക്കെ കിടക്കുന്നുണ്ടാവും. അത് രാവിലെ വന്നപ്പോൾ തൊട്ട് പേടിപ്പിക്കണ ഊഞ്ഞാല് എന്ന് വിചാരിച്ചിട്ട് ഉണ്ടതേ നല്ല ഒരു മനുഷ്യല്ലേ. ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇപ്പം നമ്മളേ ഉള്ളൂ. വന്നപ്പോൾ ഏതോ ഒരു ചേട്ടനും ചേച്ചിയൊക്കെ പോകണ്ടായിരുന്നു. ഇത് നല്ല കിടിലൻ പ്ലേസ് ആട്ടാ. ഉണ്ടതേ നല്ല മലയും. ഇതാണപ്പം ചിമ്മിനി ഡാം. നല്ല മലയും കാര്യങ്ങളൊക്കെ. ആൾക്കാർ നടന്നു പോണതേ. അതിലെ പോവാം. അതിൽ പോവാല്ലോ. എന്നാൽ അത് കഴിയുമ്പോൾ അങ്ങോട്ട് പോവാം. അതിന് മുമ്പ് എനിക്ക് ഊഞ്ഞാൽ നടണം. ഊഞ്ഞാൽ നടാൻ പറ്റില്ല. അതൊക്കെ ആരും ആടാതെ ചിലപ്പോൾ കുട്ടിക്ക് നിലത്തേക്ക് വീടും. മാറാൻ പറ്റില്ല. നാട് വരെ പോയി നോക്കാലോ. പോയി നോക്കാം, നടക്കാം. അപ്പം നമ്മളിത് ഒരു ബോട്ടിലോ ചങ്ങാടത്തിലോ കയറുവാൻ പാടുള്ളതല്ല. അവിടെ 2 ബോട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഒന്നും ഫങ്ഷനിങ് ആണെന്ന് തോന്നണില്ല. കാരണം ആരുമില്ലാത്ത കാരണം. തള്ളി മറിക്കണ്ട. ആ ഉണ്ടില്ല എന്ന് പറഞ്ഞില്ല. മതി. മാത്രം തള്ളലല്ലേ. ഒരാൾ ഊഞ്ഞാല് നോക്കി പോണ്ട്. ഒരാളത് ഊഞ്ഞാലൊക്കെ കയറിയിരിക്കും. ഒടിഞ്ഞു വീഴണേ. അങ്ങനെ പറയല്ലേ. ആടാൻ കാലത്തില്ല. ആ കല്ലുമ്മ ചോട്ടി അടിക്കോ. ഇതിലാടായിരുന്നല്ലേ.
എനിക്ക് വലിയ ഉറപ്പുണ്ടെന്ന് തോന്നണില്ല. നല്ല ഭയങ്കര സൈലൻസ് അവിടെ ഒക്കെ. വെള്ളം വന്ന് തട്ടണ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പേടിച്ചിട്ട് കാല് നിലത്തെത്തിയിട്ടില്ല കേട്ടോ. അതിനാ അല്ല ചേട്ടല്ല എന്നെ പറഞ്ഞ് പേടിപ്പിച്ചത്. കണ്ടിട്ട് നല്ല പഴക്കമുണ്ട്. അങ്ങനെ പറയല്ലേ. ഭയങ്കര സൈലൻസ് അല്ലേ. എന്താ ഒരു നിശബ്ദത. കാരണം ഈ അടഞ്ഞു കിടക്കണ കാരണം ആരും വരാത്ത കാരണം ഭയങ്കര സൈലൻസ് അവിടെ. ഒരു മനുഷ്യമില്ല. കണ്ട ബോട്ടൊക്കെ കയറ്റിയിട്ടു, ഒരു മനുഷ്യമില്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ കാണാം. അപ്പോൾ അതേ ഒരാളിവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. കുറച്ച് നേരം നിങ്ങൾ ആ പാട്ടൊക്കെ കേൾക്ക്. നിന്റെ തിങ്കൾ തേരേറി വർണ്ണ തേടി മുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളാം ഒന്നും മിണ്ടാതെന്തേ നീ പൂമുന്നിൽ. ഞാനൊരു സംശയം, വലിയ സംശയമായിരിക്കും. എന്താ ഈ ഡാമൊക്കെ ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൊണ്ട് പണിയണേ? പിന്നെ അല്ലാണ്ട് എവിടെ പണിയണേ? വീടിനകത്ത് കൊണ്ട് പണിയണോ? അല്ല അങ്ങനെയല്ല, പിന്നെ എല്ലാ ഡാമും കാടിൻ്റെ ഉള്ളിലാണല്ലോ, അതിൽ നിന്ന് പുഴ ഒഴുകി വരുന്നുണ്ടാണോ? ആ കാടിനുള്ളിൽ നിന്നുള്ള പുഴ ഒഴുകി വരണം, അതുകൊണ്ട് അവിടെ പണി നിൽക്കണു. ഇത് പുഴയിലെ വെള്ളം മാത്രമാണല്ലേ? ആ നല്ല പോലെ സംശയമായിരിക്കും. അപ്പോൾ ഇവിടെ കൊട്ടവഞ്ചിയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ താമസിക്കാനുള്ളതായിരിക്കും. പോവാം, ഡാമിൻ്റെ മുകളിൽ പോകുന്ന. എനിക്ക് വിശക്കണം, ഇവിടെ തിന്നാൻ വെള്ളം കിട്ടും. ഒരു സാധനമില്ല അവിടെ തിന്നാൻ. ഹെൽമെറ്റൊക്കെ എടുക്കുക. ഇപ്പോൾ ഞങ്ങൾ ഹെൽമെറ്റൊക്കെ ഇവിടെ വെച്ചത് വലിയൊരു മരമാണ്. ആ മരത്തമ്മയാണ് ഇവർ നല്ല കിടലൻ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടേക്കണത്. ഞാൻ ആടിയത് ഊഞ്ഞാലിന് പിടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും കറങ്ങുന്നുണ്ടോ നോക്ക്. ഓള സംഭവം. അപ്പോൾ ഞങ്ങളുടെ ഈ വഴിക്കൂടെ തന്നെ മേളിലോട്ട് കയറി അതുവഴി നടന്ന് ഡാമിൻ്റെ മേളിൽ പോകുന്ന 1-2 പേര് മേളിലേക്ക് പോകണ കണ്ടു. അപ്പോൾ അത് നോക്കിക്കൊണ്ട് നമ്മൾ മേളിൽ പോവാണ്. വേണ്ട, നമ്മൾ ആക്ച്വലി ഡ്രസ്സിൻ്റെ മാച്ചായിട്ടുള്ള ബാഗ് ഇട്ടിട്ട് വന്നേക്കണ ഒരാൾ കേട്ടോ. ആകെ 2 ബാഗുള്ളൂ. അപ്പോൾ കൊട്ടവഞ്ചിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ കൊട്ടവഞ്ചിയിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു, പിന്നെ ഇവിടെ ആരെയും കാണാനില്ല. അത് മാത്രമല്ല, എനിക്കൊരു പേടി. എന്ത്? കൊട്ടവഞ്ചി കയറാൻ പേടിയുണ്ട്. പേടിയൊന്നുമില്ല, എനിക്ക് പേടിയുണ്ട്. എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ആ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഉറപ്പിച്ചോ, എന്നെ കൊണ്ട് കൊട്ടവഞ്ചി കയറാൻ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഓടി വരും. എന്തിനാ അയ്യോ എന്നൊക്കെ കിടന്ന് കാറ് നീങ്ങാണെങ്കിൽ. അപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് മേളിൽ പോവാൻ കേട്ടോ. തീറ്റ എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. തടിച്ചി നിങ്ങൾ കേട്ട് തന്നെ തടിച്ചി, എനിക്ക് അത്ര തടിയുണ്ടോ? നമ്മളത് മേളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇനി ഡാമിൻ്റെ മേളിലൊക്കെ എങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കണം. ഇങ്ങോട്ട് കയറാൻ പറ്റാൻ നോക്കട്ടെ. അതെ, ഇവിടെ ഉണ്ടല്ലോ ഒരു മരം ചെറുതായിട്ട് പൊട്ടി കിടക്കണോണ്ട് നമുക്കതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഊട് വഴി കൂടെ കയറി പോകാൻ പോട്ടാ. ശ്രീയേട്ടൻ ഇതിലൂടെ ഇറങ്ങി. ഇനി ഞാൻ ഒരാളിത് കയറുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ ഞാൻ വാങ്ങിക്കട്ടെ കേട്ടോ. എന്താണ് അവിടെ വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, മതിൽ കടന്നു ഒരാൾ മതിൽ കടന്നു. തമ്മിൽ ചവിട്ടരുത് കേട്ടോ, സാധനം ഒടിഞ്ഞു പോകും. അപ്പോൾ അതേ നമ്മൾ ആ ഗേറ്റ് ചാടിക്കിടന്നു. അവിടെ ആക്ച്വലി ഒരു മരം വീണെടുക്കുന്നുണ്ട്. ആ മരം വീണുകൊണ്ടാണ് ആ ഗേറ്റ് തുറക്കാത്തത്. പക്ഷേ താഴത്തേക്കൊരു വഴിയുണ്ട്. ചില ഇറങ്ങിപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ആക്ച്വലി പറ്റി അങ്ങനെ കയറിപ്പോകാൻ പറ്റാൻ നോക്കാം. ഒരു ഹമ്പ് വരുന്നോ എന്താ വരും. അപ്പോൾ നമ്മളിതേ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ ആരും വരാത്തൊക്കെ കാരണം ഫുൾ കാടൊക്കെ പിടിച്ച് ഫുൾ അലമ്പായി കിടക്കുകയാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ല നേരത്തെ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാണ്. അതേ നല്ല കിടിലം വ്യൂ അല്ലേ, പൊളി. ഇപ്പം നമ്മുടെ
നമ്മുടെ ഡാം അവിടെ നമുക്ക് കാണാം. ഈ ലൈറ്റൊക്കെ ഇട്ട് വന്നാൽ സൂപ്പറായിരിക്കുമല്ലോ. പിന്നെ ഇത് ആക്ച്വലി മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഡാമാണെന്ന് എൻ്റെ അറിവിലേ ഉള്ളത്. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഡാം എന്താണ് എന്തായാലും പറയൂലോ. സാൻഡ് ബെഡ് അല്ല, സാൻഡ് അല്ലല്ലോ, സോയിൽ ബെഡ് റിസർവോയർ അങ്ങനെ എന്താണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. എൻ്റെ ഒരു പഴയ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ് നിൽക്കണേ. ഡാം നല്ല അടിപൊളി വ്യൂ, സൂപ്പറല്ലേ. നല്ല കാർമേഘമൊക്കെ ഉണ്ട്, പക്ഷെ മഴയൊന്നും പെയ്യണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ പെയ്യില്ലെന്ന് വിചാരിക്കുന്നു. അപ്പുറത്ത് നല്ല കാടും. നമ്മളിത് നൈസായിട്ട് ഡാമിൻ്റെ മേലെ കൂടെയായിട്ട് ഇപ്പോൾ നടക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കണ്ട മണ്ണ് കൊണ്ട് സൈസായിട്ട് പുല്ലൊക്കെ വളർന്ന് കയറുന്നതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് താഴത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. അതേ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടുക്ക് ഒരു ഇതുപോലെയുണ്ട്. കോപ്പർ ആയതുകൊണ്ട് എത്രത്തോളം കിട്ടണമെന്ന് എനിക്കറിയില്ല. അതെ നടുക്കൊരു ഐലൻഡൊക്കെ പോലെയുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഐലൻഡ് പോലെയുണ്ട്. കുറച്ചുകൂടെ നടന്ന് നിന്നിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ. അതെ നമ്മുടെ കുഞ്ചുബി നടന്നു പോകുന്നുണ്ട്. ഞാൻ ഹെൽമെറ്റൊക്കെ അവിടെ കൊടുത്തു. ഞാൻ ക്യാമറ പിടിച്ച് നടക്കണം. അതേപോലെ ഡിജിറ്റൽ ക്യാമറ അവിടെ ഒരു ചെറുതോരനുണ്ട് പഴയത്, അതും പിടിച്ച് ഞാൻ നടക്കണം. ഇതേ ഡോറയുടെ എന്താണ് വാക്ക്, പ്രയാണത്തിലെ പോലെ തന്നെ വീണ്ടും മാച്ച് ടു മാച്ച്, ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ബാഗ്. ഓ എൻ്റെ അമ്മേ, ചെരുപ്പും മാച്ച്. ഓ അതെ പൊട്ടൊക്കെ നോക്കട്ടെ, പൊട്ട് വരെ മാച്ചായിട്ടിട്ടുള്ളൂ. വാച്ച്, ചെരുപ്പ്. എന്തായാലും നമ്മൾ പാവം ഒരു ജീൻസ് ഒരു ടീഷർട്ട് ഇട്ട് നടക്കണം, അല്ലാണ്ട് ഇപ്പം എന്താ. അപ്പോൾ നമ്മൾ നടന്ന് ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ എത്തി നല്ലൊരു കിടിലൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. വീണ്ടും പറയുന്നു, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ കിടിലൻ വീഡിയോസും അതുപോലെ ഫോട്ടോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. വീഡിയോ ചിലപ്പോൾ നല്ല ലെങ്ത് ആയിരിക്കും, എന്നാലും നമ്മളിതെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓരോരോ പ്ലേസുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാലും എക്കോ ഫ്രണ്ട്ലിയൊക്കെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ എന്തായാലും കിടക്കുന്നുണ്ട് കേട്ടോ. ആരുമില്ല, തുറന്നിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് കിതച്ചു തുടങ്ങി. അപ്പോൾ നമ്മളുടെ ഈ ചിമ്മിനി അണക്കെട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ, അത് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം എന്ന് പറഞ്ഞ താലൂക്കിൽ വരന്തരപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത്. ഇതിൻ്റെ ശരിക്കുള്ള പ്ലേസ് എച്ചിപ്പാറ എന്നാണ് പറയുക. അതുപോലെ 1996 ഈ അണക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ അണക്കെട്ടാണെന്നാണ് പറയുന്നത് ചിമ്മിനി ജലസേചന പദ്ധതി. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ജലസേചനത്തിനും അതേപോലെ തന്നെ വൈദ്യുതി നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാന ജലസേചന വകുപ്പാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു നദി തടഞ്ഞു നിർത്തിയിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു പുഴയുടെ പേരാണ് കുറുമാലി പുഴ. അതേപോലെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 1211.5 മീറ്റർ എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് സ്പിൽവേയുടെ കാര്യം പറഞ്ഞല്ലോ, 4 സ്പിൽവേ ആണുള്ളത്. എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒഴുക്കി കളയാനും ഒക്കെ ആവശ്യമായിട്ടുള്ള സ്പിൽവേകളാണത്. അതേപോലെ തന്നെ നമുക്കിവിടെ മെയിൻ പറഞ്ഞ പോലെ തന്നെ ചിമ്മിനി ജലസേചന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അണക്കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടിലൊന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരണം, ഇതൊക്കെ കാണണം, ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം സെൻറ്ററിലെത്തി. നമ്മൾ അവിടെ നിന്നാണ് നടന്നു പോകുന്നത് കേട്ടോ. നല്ല കിടിലൻ വ്യൂ ആ. ഇതുപോലെ ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മലമ്പുഴയിലൊക്കെ പോയപ്പോൾ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. എന്താണെന്നറിയില്ല, റോഡൊന്നും അടുത്ത് കൂടി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഭയങ്കര സൈലൻസ് ആണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തൊന്നുമില്ല. മറ്റേ ഷട്ടറിൻ്റെ അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ചിമ്മിനി ഡാം. വേറെ എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റിയല്ലോ അല്ലേ, മലമ്പുഴയിൽ. അപ്പോൾ അതേ വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങിപ്പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണല്ലോ ഇവിടെ കാണുമ്പോൾ. റീഷണമില്ല. എൻ്റെ അമ്മ, അപ്പോൾ ഇത്രയും പരിധി ഉണ്ടല്ലോ ഇതിന്. 82. നമ്മളെ
നിന്ന സ്ഥലമൊക്കെ മുങ്ങില്ലേ, അതൊക്കെ മുങ്ങിയാലൊക്കെ കിട്ടിയിരുന്നേ. എപ്പോൾ മുങ്ങിയെന്ന് ചോദിച്ചാൽ പോരെ. പോവാം. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി വെച്ചോടത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സൈലൻസാ, ഒരു സൗണ്ടും ഇല്ല, ഭയങ്കര സൈലന്റാ. ജസ്റ്റ് കാക്കയുടെ അല്ലെങ്കിൽ കിളിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. കുറേ വേഴാമ്പലിൻ്റെ സൗണ്ട് ഇടയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നീർക്കാക്കകൾ കുറേ ഈ ഡാമിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ആ മലയൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ. സൂര്യൻ അവിടെ നിൽക്കണു. ഇനി നമുക്കൊരു ദിവസം ഉണ്ടല്ലോ, നമ്മള് നീർക്കൊക്കൊക്കെ തുറന്നോണു. ഇടുക്കിക്ക് പോകുമ്പോഴേ ഇതുപോലെ ഒരു മലയുടെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. കുറേ ഫീറ്റിൽ മീനുള്ളിയാൻ പാറ അങ്ങനെ എന്തോ ഇതിൻ്റെ പേരും തോന്നുന്നുണ്ട്. ഞാനൊരു തവണ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഹൈറ്റിലാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേലെ കയറിയിട്ട് പോവാം. മേലെ മാത്രമേ മരങ്ങളുള്ളൂ, നല്ല തണുപ്പാണ് അതിൻ്റെ മേലെ. അപ്പം നമുക്കൊരു ദിവസം മല കയറാൻ പോകട്ടെ ഇനി. ട്രക്കിംഗ് പോലെ അല്ലേ? നമ്മൾ നടന്ന് തന്നെ കയറണം ആ മല, എടുത്തോണ്ട് പോകില്ലല്ലോ. അങ്ങനെയല്ല, നമുക്ക് മറ്റേ വണ്ടിയിലൊക്കെ ഇങ്ങനെ. ബൈക്കിലൊന്നും പോകാൻ പറ്റില്ല, നടന്ന് തന്നെ കയറി പോകണമെന്നല്ലേ. ആ മല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല വലിപ്പമുണ്ട് ആ മലയ്ക്ക്. പാറയാണ് ഫുള്ളല്ലേ, മരങ്ങൾ കുറവാണ് ആ മലയിൽ. അപ്പോൾ അതെ നമ്മൾ നമ്മുടെ കെട്ടോ വാണ്ടൊക്കെ പിടിച്ച് ഹെൽമെറ്റ് ഒരു സീനാണ് അല്ലേ. നടന്ന് ഹെൽമെറ്റ്, മാസ്ക്, ഒരു ബോട്ടിൽ വാട്ടർ, അതും സ്റ്റീൽ കുപ്പിയിൽ. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിലൊരു ഇത് വെക്കണം, എന്താണ് ഒരു മൊബൈൽ ഹോൾഡർ. കാരണം ഒരാൾ ബാക്കിൽ നിന്ന് വഴി പറഞ്ഞ് ഒരവസ്ഥയാക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് അങ്ങനെ ചോദിക്കാതെ എനിക്ക് തന്നെ നോക്കി പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യണം. നമ്മൾ വരണ വഴിക്ക് നോക്കി മാസ്ക് വെച്ച് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കണ്ടായി, അപ്പോൾ വെച്ചതാ. അയ്യോ കണ്ടടാ. അപ്പോൾ നമ്മൾ ഒരു ഫിറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ ഞാൻ വിചാരിച്ചേക്കാളും പൈസ കൂടുതൽ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വരണു, വേണ്ട തിരിച്ചു വരുമ്പോൾ എടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോകും. നമ്മളിങ്ങനെ കൊച്ചു സാധനങ്ങളൊക്കെ ഇങ്ങനെ പതിയെ വാങ്ങി നമുക്ക് പോവാം. അതെ, എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങിയാൽ നടക്കില്ല, നമുക്ക് താങ്ങാൻ പറ്റില്ല ചിലപ്പോൾ. ഇപ്പോൾ വേറെ എന്താണ്, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഭയങ്കര സൈലൻസ് ആണ്. അത് വീണ്ടും പറഞ്ഞ കാര്യം ഭയങ്കര പോസിറ്റീവ് ഫീലാണ്. എന്ന് വെച്ചാൽ ഒരു സൗണ്ടും ഇല്ല, നല്ല കിളികളുടെയും. നമ്മള് ഭയങ്കര സ്ഥലത്തുനിന്നൊക്കെ ഇങ്ങനെ വന്ന് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിട്ടൊക്കെ ആ ഒരു ഇതിലൊക്കെ വീക്കെൻഡിലൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഈ സൈലൻസ് കാരണം തന്നെ ഭയങ്കര പോസിറ്റീവ് ഫീൽ ആയിരിക്കും അല്ലേ. താഴത്തേക്കൂടെ റോഡുണ്ട്, നിങ്ങൾ ഇത് കയറി വരേണ്ട ആവശ്യമൊന്നുമില്ല ആക്ച്വലി. ദൂരം കുറവല്ലേ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വന്ന സംഭവമാണ് കുറച്ച് ദൂരം കുറവ്. ആ ചേച്ചി പറഞ്ഞു വണ്ടി എടുത്ത് പോകാനുള്ള ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇതിന് മേളിക്കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഈ ഡാമിൻ്റെ മേളിക്കൂടെ തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ താഴ്ത്തിട്ട് കാണാം കേട്ടോ, നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അറബി ചേട്ടന്മാരെന്ന് ഉസ്താദുമാരാണ് അവർ, അറബി ചേട്ടന്മാരെന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കണ സ്ഥലം. ഈ കാറല്ല, ആ ബൈക്കാണ്. വാങ്ങും ഭാവിയിൽ. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ, അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന വഴി കേട്ടോ, താഴത്തോട്ട് പോകാനുള്ള വഴി. നമ്മളിപ്പോൾ ആ വഴിക്കൊന്നും പോണില്ല. അമ്മേ. അപ്പോൾ നമ്മളത് തിരിച്ച് നമ്മൾ പോവാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ രണ്ടായിട്ട് തിരിയണ ഒരു പ്ലേസ് ഇല്ലേ, അത് നമ്മൾ ആദ്യം മുകളിലേക്ക് കാണുന്ന ആ വഴിക്ക്, ലെഫ്റ്റ് കാണുന്ന വഴിക്കാണ് പോയത്. ഇപ്പം നമ്മൾ റൈറ്റിലേക്കുള്ള വഴിക്കാണ് പോണത്. ബസ് സ്റ്റാൻഡൊക്കെയാണ്. ഇവിടെയോ ബസ് സ്റ്റാൻഡോ? ഇതിൽ വണ്ടി പോണ്ടോ? ബസ് സ്റ്റാൻഡ് ഇനിയിപ്പോൾ ഇവിടെ വീടുകളൊക്കെ ഇവിടേക്ക് ആൾക്കാർക്ക് വരണമെന്നുണ്ടെങ്കിലേ അതിനുള്ള ബസ്സിൻ്റെ സംഭവം. നമ്മളവിടെ പറഞ്ഞില്ലേ വാഷ്റൂംസ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇത്രയും വെള്ളം ഡാമിൽ കിടന്നിട്ടും വാഷ്റൂമിൽ ഫുഡ് വെള്ളമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ അത് കണ്ട് ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ. പിന്നെ ഈ വഴിക്കും കയറി വരാം അല്ലേ. ഇവിടുന്ന് ഇതാണോ ബസ് സ്റ്റാൻഡ്? അപ്പോൾ ആക്ച്വലി ഇതായിരിക്കും ബസ് സ്റ്റാൻഡ്, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് വഴിയുണ്ട്. അതെ, ഇതിൻ്റെ താഴേക്കൊക്കെ ആൾക്കാർ താമസിക്കേണ്ടത് തോന്നുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ചെറിയ എന്തോ കമ്മിറ്റി ഓഫീസൊക്കെ ഉണ്ടല്ലേ, ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഓഫീസ്.
ഫോർഡല്ലേ വണ്ടി. ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയല്ലേ. അപ്പോൾ ബൈ ബൈ ചിമ്മിനി ഡാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീണ്ടും കാണിച്ചത്. ഒരു ഓടി ഇവിടെ എത്താൻ. അപ്പോൾ നമ്മളൊരു ആനയെ കണ്ടേ കാണട്ടെ. അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതേക്കും നിൽക്കണോ ആനാട്ടാ? 5-6 ഉണ്ട്. ഇതിനെ ഉപദ്രവിച്ച പണി കിട്ടും. കാരണം കുഞ്ഞാനെ ഉണ്ട് അതിൻ്റെ. കുഞ്ഞാനൊക്കെ ഉണ്ട്. നാല് വലിയ ആനയും 2 കുഞ്ഞാണ്. അപ്പൊ ഒരു ആന ഭർത്താവിന് 2-3 ഭർത്താവില്ല, കൊമ്പനില്ല. അതിനകത്ത് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കാണുന്ന ചിലപ്പം മൂത്ത ചേച്ചിയും അനിയത്തിമാരും പിള്ളേരും ആയിരിക്കും അല്ലേ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കണ്ടിട്ടാ. പക്ഷെ കുറേ മണ്ടനായി ഹോൺ അടിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ചിമ്മിനി ഡാം വിസിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ആനേനെ കണ്ടില്ലേ? അങ്ങോട്ട് പോയപ്പോഴും കണ്ടു, ഇങ്ങോട്ട് വന്നപ്പോഴും കണ്ടു. സെയിം സംഭവം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നിട്ട് ഓൾ പ്രസ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യണമൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീണ്ടും പറയണേ, ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാട്ടാ. നമ്മൾ കാടിന് നടക്കാണ് നിൽക്കണം. അപ്പോൾ അധികം നമ്മൾ ഇന്ന് സമയം കാണാനില്ല, വേഗം വീട്ടിൽ പോട്ടെ. ഇതും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. നല്ല വ്യൂ ആണ് ഇത്, നല്ല കിടലൻ വ്യൂ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കിടലൻ വീഡിയോസിന് വെയിറ്റ് ചെയ്യുക.